ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ സരീവാണെങ്കിൽ ആന്റിയുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് വീണ്ടും കിരണിന്റെയും കല്യാണിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. കല്യാണി അപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് വീണ്ടും വന്നതെന്ന്. സരി അപ്പോൾ പറയാണ്, എനിക്ക് പൈസ എല്ലാം കിട്ടാൻ പോവുകയാണ്. അതിനുശേഷം ഞാനും മനുവേട്ടനും ആണെങ്കിൽ അമേരിക്കയിൽ പോകും. എന്റെ കുഞ്ഞിനെ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, വരുമ്പോൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. കല്യാണി അപ്പോൾ പറയുന്നുണ്ട്, നിനക്ക് അമ്മയാകാൻ പോലും യോഗ്യതയില്ല എന്ന്. സരി അപ്പോൾ പറയാണ്, പിന്നെ ആർക്കാണ് യോഗ്യത? നിനക്കാണോ? നിന്റെ കുഞ്ഞ് കല്ലുമോനാണെങ്കിൽ അത് നിന്റെ ഭർത്താവിന്റെ തന്നെയാണോ എന്നൊക്കെ സംശയമുണ്ടെന്ന് പറയുന്നു. അവൾ അങ്ങനെ പറയുമ്പോൾ കല്യാണിക്കാണെങ്കിൽ ദേഷ്യം വരുന്നു. കല്യാണിയാണെങ്കിൽ അടിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നു. കല്യാണിയാണെങ്കിൽ വീണ്ടും ചോദിക്കുകയാണ് സരയുവിനോട്, നീ ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് പറയാമോ എന്ന് ചോദിക്കുന്നു. സരയു പെട്ടെന്നാണെങ്കിൽ കല്യാണി നേരത്തെ അടിച്ചതൊക്കെ ഓർക്കുകയാണ്. അപ്പോൾ ആ സരയു വിചാരിക്കുകയാണ്, വേണ്ട, വെറുതെ അടി വാങ്ങണ്ട എന്നൊക്കെ. സരി പറയുന്നുണ്ട്, രൂപയുമായിട്ട് പണം കിട്ടുന്നത് വരെയുള്ളൂ ബന്ധം, അത് കഴിഞ്ഞാണെങ്കിൽ അവരെ ഞാൻ നോക്കത്ത് പോലും ഇല്ല എന്നൊക്കെ പറയാണ്. കിരണിനോട് സരി പറയുന്നുണ്ട്, നിന്റെ അമ്മ തെരുവിൽ ഇറങ്ങുമ്പോൾ നിനക്ക് വേണമെങ്കിൽ ഇവിടെ കൂട്ടിയിട്ടൊക്കെ വരാമെന്ന് പറയുന്നു. അതിനുശേഷം സരി അവിടെ നിന്ന് പോകുന്നു. കല്യാണിക്കാണെങ്കിൽ ഒരുപാട് ദേഷ്യമാകുന്നുണ്ട്, കുഞ്ഞിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞതുകൊണ്ടും അതുപോലെ അമ്മയാണെങ്കിൽ തെരുവിലേക്ക് ഇറക്കി വിടുമെന്നൊക്കെ പറഞ്ഞതും കേട്ടിട്ട് രാഹുലും ഫാമിലിയും രൂപയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. രൂപയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വക്കീലും ഉണ്ടായിരുന്നു. രൂപയാണെങ്കിൽ യാമിനിയോട് പറയുന്നുണ്ട് എല്ലാവർക്കും ജ്യൂസ് എടുക്കാനെന്ന്. ഷാരി അപ്പോൾ പറയുന്നുണ്ട്, ഇവൾ ജ്യൂസ് ഉണ്ടാക്കുന്നത് എനിക്ക് വിശ്വാസമല്ല, ഞാനും കൂടെ പോയി നോക്കാമെന്നൊക്കെ. പിന്നീട് വസ്തു വാങ്ങുന്ന ആളിന്റെ മാനേജറും വരുന്നു. എല്ലാ എഗ്രിമെന്റും തയ്യാറായിട്ടുണ്ടെന്ന് പറയുന്നു. അയാളാണെങ്കിൽ കൊണ്ടുവന്ന 20 ലക്ഷം രൂപയുടെ പെട്ടി തുറന്ന് എല്ലാവരെയും കാണിക്കുന്നു. പൈസ കാണുമ്പോൾ സരയുവിന്റെ അമ്മയുടെ അച്ഛന്റെ എല്ലാം കണ്ണു തള്ളുകയാണ്. മനോഹറിനും എല്ലാവർക്കും സന്തോഷമാകുന്നു. മാനേജർ പറയാണ്, എന്റെ സാറി സ്ഥലവും പ്രോപ്പർട്ടിയും ഒക്കെ വാങ്ങുന്നത് ഒരു പ്രശ്നവും ഇല്ലാത്ത വസ്തു ആയതുകൊണ്ടാണെന്നൊക്കെ. എഗ്രിമെന്റ് ഒക്കെ വായിച്ചിട്ട് രൂപയോട് സൈൻ ചെയ്യാൻ പറയുന്നു. രൂപയാണെങ്കിൽ വക്കീലിന്റെ കൊടുക്കുന്നു. വക്കീൽ നോക്കിയിട്ട് രൂപയോട് പറയുന്നുണ്ട് സൈൻ ചെയ്തോളാനെന്ന്. രൂപയാണെങ്കിൽ സൈൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ പേന തെളിയുന്നില്ലെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യിപ്പിക്കുകയാണ്. സരയു ഉടനെ തന്നെ പേന എടുത്ത് രൂപയുടെ കൊടുക്കുന്നു. രൂപ വീണ്ടും സൈൻ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും ഒരു പോസ്റ്റ്മാൻ വരുന്നു. പോസ്റ്റ്മാൻ ആണെങ്കിൽ ഒരു വക്കീൽ നോട്ടീസ് ഉണ്ടെന്ന് പറയുന്നു. രൂപ അത് വാങ്ങിയിട്ടാണെങ്കിൽ വക്കീലിന്റെ കൊടുക്കുകയാണ്, വായിച്ചു നോക്കാനെന്ന് പറയുന്നു. വക്കീൽ നോട്ടീസ് വായിച്ചിട്ട് പറയാണ്, ഈ പ്രോപ്പർട്ടിയുടെ വിൽപ്പനയാണെങ്കിൽ സ്റ്റേ ചെയ്തിരിക്കുകയാണ്, രൂപയുടെ 2 മക്കളുമാണ് അത് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു. അമ്മയുടെ സ്വത്തുക്കളിൽ മക്കൾക്കും അവകാശമുണ്ട്, അതുകൊണ്ടാണ് സ്റ്റേ വന്നിരിക്കുന്നതെന്ന് പറയാണ്. രൂപ അപ്പോൾ സരയുവിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്, മോൾ എന്തിനാണ് അപ്പുറത്ത് പോയിട്ട് അവരെ എരിവ് കയറ്റാൻ പോയത്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുന്നു. സരയു അപ്പോൾ പറയണം, അവരെ ഞാൻ അങ്ങനെയൊന്നും വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ. രാഹുൽ അപ്പോൾ വസ്തു വാങ്ങാൻ വന്ന മാനേജറിനോട് പറയുന്നുണ്ട്, എന്തായാലും അഡ്വാൻസ് തന്നിട്ട് പോ, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് പരിഹരിക്കാമെന്ന് പറയുന്നു. മാനേജർ അപ്പോൾ പറയുന്നുണ്ട്, ഇങ്ങനെ പ്രശ്നമുള്ള വസ്തുവൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ അഡ്വാൻസും തരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പോകുന്നു. രൂപയ്ക്കും യാമിനിക്കും എല്ലാം കൊണ്ട് സന്തോഷമാകുന്നു. അതേസമയം രാഹുലിനും ഫാമിലിക്കുമാണെങ്കിൽ കടുത്ത നിരാശയുമാകുന്നു. പിന്നീട് കാണിക്കുന്നത് കല്യാണിയും സോണിയുമാണ്. സോണിയോടാണെങ്കിൽ കല്യാണി പറയാണ്, സോണിക്ക് വേണ്ടി ഞാനും കിരണേട്ടനും വിവാഹാലോചനയൊക്കെ നോക്കുന്നുണ്ടെന്ന്. സോണി അപ്പോൾ പറയാണ്, ഇനി എനിക്ക് വിവാഹമൊന്നും വേണ്ട, ഇനി എനിക്ക് അതിൽ വിശ്വാസവും ഇല്ല എന്ന് പറയുന്നു. ഇനി എന്റെ മകളെ മാത്രം നന്നായിട്ട് വളർത്തണമെന്നൊരാഗ്രഹം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയാണ്. ആ സമയത്ത് സരയു അവിടേക്ക് വരുന്നു. സരയു ചോദിക്കാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് സ്വത്തിനു വേണ്ടിയും ചോദിക്കാൻ നാണമില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. സോണി അപ്പോൾ പറയണം, ഞങ്ങളുടെ അമ്മയെ ഇഷ്ടമല്ലാത്ത നീ അങ്ങനെ സ്വത്ത് മാത്രം വാങ്ങി അമ്മയെ മാത്രം ഒറ്റപ്പെടുത്താമെന്ന് കരുതണ്ട എന്നൊക്കെ പറയാണ്. അമ്മയുടെ സ്വത്തുക്കൾ അനാഥാലയത്തിൽ കൊടുത്താലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, പക്ഷെ നിനക്ക് മാത്രം കിട്ടാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. സരയു അപ്പൊ സോണിയെ കുറ്റപ്പെടുത്തുകയാണ്, നീ കല്യാണം കഴിച്ചിട്ട് നിന്റെ ഭർത്താവിന്റെ കുഞ്ഞു പോലും അല്ല നിന്റേതെന്നാണ് നിന്റെ ഭർത്താവ് പോലും പറയുന്നത്. അത് മാത്രമല്ല, കല്യാണിയുടെ കുഞ്ഞാണെങ്കിലും കിരണിന്റെ ആണോ എന്ന് ആർക്കറിയാമെന്നൊക്കെ പറയുന്നു. കല്യാണിക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നു. നീ എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചിട്ട് മുഖമടിച്ചൊരടി കൊടുക്കുന്നു. സരയു വേദന കൊണ്ട് കവിൾ തടവുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.